നാമൊക്കെയും ദുനിയാവെന്ന ഈ ഭൂമികയിൽ കടന്നു വന്നു. ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അയച്ചിട്ടുള്ളത് ശാശ്വതമായ ഈ ലോകത്ത്, ശാശ്വതമായ ഒരു ലോകത്തേക്കുള്ള പ്രയാണത്തിന് തൊട്ടു മുമ്പുള്ള ഒരു വിശ്രമ സങ്കേതമായിട്ടാണ് ഈ ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിദൂരമായ ഒരു യാത്രയിലെ ഇടത്താവളം മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവക്ഷിച്ചിട്ടുള്ളത്. താൽക്കാലികമായ ഒരു ടെന്റിൽ അതിനനുസൃതമായ ഒരു ജീവിതമാണല്ലോ സ്വാഭാവികമായും നാം ഉദ്ദേശിക്കുന്നത്. കവരത്തി ദ്വീപിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിയിൽ കൊച്ചി വിമാനത്താവളത്തിൽ അരമണിക്കൂർ നാം താമസിക്കുന്നത് സ്വാഭാവികമാണ്. വിദൂരമായ ഒരു യാത്രയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ യാത്രക്ക് തൊട്ട് മുമ്പ് വിശ്രമ സങ്കേതമായിട്ടാണ് കൊച്ചിയെ നാം കാണുന്നത്. ഇതുപോലെ അനന്തമായ ഒരു ലോകം, അത് നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്ത് ഈ ലോകത്തെ എങ്ങനെയാണോ നാം ജീവിച്ചത്, ആ ജീവിച്ചതിനനുസരിച്ചുള്ള തനതനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവർക്ക് സന്തോഷദായകമായ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ആ ജീവിതം സന്തോഷകരമാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഒരു ഇടത്താവളമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവിതത്തിൽ ഒരുപാട് നിയമങ്ങളും നിയമവ്യവസ്ഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ നൽകിയിട്ടുള്ളത്. സൗദിയിലേക്ക് പോകുന്നതിന് മുമ്പ് കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ അവിടുത്തെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും പാലിച്ചെങ്കിൽ മാത്രമേ തുടർന്നുള്ള നിങ്ങളുടെ ജീവിതം, തുടർന്നുള്ള നിങ്ങളുടെ യാത്ര സുഖകരമാവുകയുള്ളൂ. കൊച്ചിയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ യാത്ര ദുരിതപൂർവമായിരിക്കും, ദുരിതപർവമായിരിക്കും. അതുകൊണ്ട് ആ ശോഷിച്ച കുറഞ്ഞ ആ ടൈം വളരെ ശ്രദ്ധയോടെ എല്ലാ ലഗേജുകളും, ആ യാത്രയ്ക്ക് ആവശ്യമായ പാസുകളും, അതിന്റെ ID പ്രൂഫ് അടക്കം, അതിലേക്ക് ആവശ്യമായ ചിലവുകൾക്ക് ആവശ്യമായ സമ്പത്തടക്കം, ട്രാവലിങ്ങിന് ആവശ്യമായ സജ്ജീകരണങ്ങളടക്കം എല്ലാം നാം കരുതുന്ന പോലെ പാരത്രികമായ ലോകത്തേക്ക്, വിശാലമായ ലോകത്തേക്ക് ഒരു യാത്ര പുറപ്പെടാനുണ്ട്. ആ യാത്രയ്ക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിക നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആയുസ് കുറച്ചു നൽകിയ സമുദായമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ പറഞ്ഞു, ഈ ഭൂമികയിലെ നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ആവറേജ് ഏജ് എന്ന് മുഹമ്മദുർ റസൂൽ സ്വലാത്ത് കൊണ്ട് ധന്യമാക്കേണ്ട നിമിഷമാണ്. മദീനയിൽ അടയാളപ്പെടുത്തുന്ന നിമിഷമാണ് മുഹമ്മദുർ റസൂൽ. അപ്പോ 60 അല്ലെങ്കിൽ 70 നമ്മുടെ ഈ ഭൂമികയിലെ ആയുസ് എന്ന് പറയുമ്പോ
അല്ലാഹു സുബ്ഹാനഹു വ തആല 60 വയസ്സാണ് ഒരു മനുഷ്യന് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ 60 വയസ്സ് ജീവിതമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമികയിൽ ജീവിക്കുന്നത് കേവലം പ്രിയപ്പെട്ടവരെ ദിവസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ 22,000 ദിവസമാണ് ഈ ഭൂമികയിൽ നാം ജീവിക്കുന്നത്. 60 വയസ്സുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമികയിൽ ജീവിക്കുന്നത് 22,000 ദിവസമാണ്. ആ 22,000 ദിവസത്തെ മണിക്കൂർ അടിസ്ഥാനത്തിൽ നാം കാൽക്കുലേഷൻ ചെയ്യുമ്പോ 2 ലക്ഷം മണിക്കൂറാണ് ഈ ഭൂമികയിലെ നമ്മുടെ ജീവിതമുള്ളത്. 2 ലക്ഷം മണിക്കൂറാണ്. അങ്ങനെ വരുമ്പോ 30 വയസ്സ് അല്ലാഹു 60 വയസ്സ് നിശ്ചയിച്ച ഒരു മനുഷ്യൻ 30 വയസ്സ് കഴിഞ്ഞു കടക്കലോടെ അവന്റെ ജീവിതത്തിലെ 11,000 ദിവസമാണ് കഴിഞ്ഞു കടന്നത്. 1 ലക്ഷം മണിക്കൂറാണ് മണിക്കൂർ അടിസ്ഥാനത്തിൽ കടന്നു പോയിട്ടുള്ളത്. ഇനിയുള്ളതോ 1 ലക്ഷം മണിക്കൂറാണ്. കേവലം 11,000 ദിവസമാണ്. ആ 11,000 ദിവസം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? മഹാനരായ ശുജാഇ ഉസ്താദ് പറഞ്ഞ പോലെ നീളുന്നു മാസങ്ങൾ, കൊല്ലങ്ങൾ, ആഴ്ച, ഗടികൾ കണക്കിനായിസിൻ തീർച്ച. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നൊരു കൊട്ട. പെട്ടാലോ ചത്തെ ചകമല്ല പൊട്ട, പറയൂ നിന്നോടൽക്ക് ബഹുമാനം പൊട്ട. എത്ര അർത്ഥവത്തായ വാചകങ്ങളാണ്. നാം ആരാണെന്ന തോന്നല് പലപ്പോഴും നമ്മെ മതിക്കാറുണ്ട്. ഞാൻ ആരൊക്കെയാണെന്നോ ഇല്ല ചിന്ത നമ്മെ മതിക്കാറുണ്ട്. ഞാൻ എന്തൊക്കെ ആയി എന്ന ഒരു ചിന്ത എന്നെ മതിക്കാറുണ്ട്. അതിനനുസരിച്ചുള്ള അഹങ്കാരങ്ങൾ സ്വാഭാവികമായും എനിക്ക് വരാറുണ്ട്. ഒരാളുടെ മുമ്പിലും ഞാൻ തലകുനിക്കാറില്ല. ഞാൻ ആരാണെന്നുള്ള ഒരു ചിന്തയാണ്, ഞാൻ എന്തൊക്കെയാണെന്നുള്ള ഒരു ചിന്തയാണ്. എന്നാലോ ആ ചിന്തകളെ പിടിച്ചുലച്ചുകൊണ്ട് മഹാനരായ ശുജാഇ ഉസ്താദ് പറയുകയാണ്, ഒരു മനുഷ്യൻ ആരാണവൻ, ആരാണ് ഞാന്, ആരാണ് നിങ്ങള്? പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കാൻ വകുപ്പുണ്ടോ? കിബർ കാണിക്കാൻ വകുപ്പുണ്ടോ? ആക്ഷേപിക്കാൻ വകുപ്പുണ്ടോ? ആരെ നമ്മൾക്ക് കുറ്റം പറയാനാണ്? ആരോട് കയർക്കാനാണ്? ആരോട് എതിരിടാനാണ്? ആരോട് ഈർഷ്യതയോടെ പെരുമാറാനാണ്? ഞാനൊന്നുമല്ല, നിങ്ങളൊന്നുമല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതം എങ്ങനെയാണെന്ന് ശുജാഇ ഉസ്താദ് പറയാണ്. പൊട്ട, നമ്മളൊക്കെ പൊട്ടന്മാരല്ലയോ? മുണ്ടുള്ളി പിഞ്ചോര കട്ട, മുന്നിൽ നിന്ന് തെറിക്കുന്ന ആ വൈവാഹിക ജീവിതത്തിലെ ദാമ്പത്യ വല്ലരിയിലെ ത്രസിക്കുന്ന ഒരു തുള്ളി ബീജാണുവിൽ നിന്നല്ലയോ ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? കിബർ നടിക്കാൻ എന്ത് അധികാരമാണ്? അഹങ്കരിക്കാൻ എന്ത് അധികാരമാണ്? വെല്ലുവിളിക്കാൻ എന്ത് അധികാരമാണ്? ഒരു തുള്ളി മുന്തുള്ളി പിഞ്ചോര കട്ടയിൽ നിന്നാണ് ഞാനും നിങ്ങളും ഉടലെടുത്തിട്ടുള്ളത്. പോരാ, ആ ഉടലെടുത്ത ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ പിന്നിന്ന് കാട്ടം ചുമന്നോരു കൊട്ട, പിന്നിലോ കക്കൂസാണ്. മിളേച്ഛമായ കാട്ടവും മൂത്രവും വഹിച്ചുകൊണ്ടല്ലയോ ഈ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോണത്? ഡമ്പ് നടിച്ച്, ആലിമീങ്ങളെ വെല്ലുവിളിച്ച്, ഉസ്താദുമാരെ വെല്ലുവിളിച്ച്, കാരണവരെ ധിക്കരിച്ച് മുന്നോട്ട് പോകുമ്പോ മോനെ നീ ഓർക്കുന്നുണ്ടോ? നീ പോകുന്നത് കാട്ടവണ്ടിയായിട്ടാണ്. കാട്ടമാണ് നിന്നിലുള്ളത്, മൂത്രമാണ് നിന്നിലുള്ളത്. പിന്നിന്ന് കാട്ടം ചുമന്നൊരു കൊട്ട, ഒരു കൊട്ട കാട്ടവുമായിട്ടാണ് നീ മുന്നോട്ട് പോകുന്നത്. പെട്ടാലോ ചത്തേ ചകമല്ല പൊട്ട. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നിന്റെ ആയുസ്സിനെ എടുത്താലോ ചത്തേ ചകമല്ല പൊട്ട. ഒരു കേവലം ഒരു ജഡമായി മാറുകയാണ്. ഈ ജഡത്തിനെന്ത് വിലയാണ്? ആദരവോടെ സാറേ എന്ന് വിളിച്ചു, ഉസ്താദെ എന്ന് വിളിച്ചു, തങ്ങളെ എന്ന് വിളിച്ചു. ഇതൊക്കെ ജീവിതകാലത്തായിരുന്നു ഈ ആദരവ്. പക്ഷേ മരിച്ചാലോ മയ്യത്ത് എപ്പോഴാണ് എടുക്കുന്നത്? അതിന്റെ പച്ചയായ മലയാളം, ജഡം എപ്പോഴാണ് എടുക്കുന്നത്? ഇതല്ലയോ മനുഷ്യൻ?
ഇങ്ങനെയുള്ള മനുഷ്യ, ഓരോ ദിനങ്ങളും നീ ചിന്തിക്കുന്നുണ്ടോ? നിന്റെ ചുമലിൽ കിടക്കുന്ന ഘടികാരത്തിന്റെ സെക്കൻഡ് സൂചികൾ നീളുന്നു കൊല്ലങ്ങൾ, മാസങ്ങൾ, ആഴ്ച. ഓരോ മിനിറ്റുകളും അത് മണിക്കൂറുകളായി, ഓരോ സെക്കൻഡുകളും അത് മിനിറ്റുകളായി, ഓരോ മിനിറ്റുകളും അത് മണിക്കൂറുകളായി. ആ മണിക്കൂറുകളെ അത് ആഴ്ച ദിവസങ്ങളാക്കിയിട്ട് ആ ദിവസം അങ്ങനെ തെന്നിമാറുമ്പോ 22,000 ദിവസത്തിൽ നിന്ന് ഒരു ദിവസമല്ലയോ നിന്നിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്? ആ ദിവസങ്ങൾ പലത് കൂടുമ്പോ ഒരാഴ്ചയായി മാറുമ്പോ ആ ആഴ്ച അത് 4 മാറുകയാണ്. അത് പ്രിയപ്പെട്ടവരെ ഒരു മാസമായി മാറുന്നു. ആ ഒരു മാസം പല മാസങ്ങളായി 12 മാസങ്ങളായി മാറുമ്പോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഏടാണ് ചുരുട്ടിയിട്ടുള്ളത്. നാം ചിന്തിക്കാറുണ്ടോ? ന്യൂ ഇയർ വരുമ്പോ ദ്വീപിന്റെ അവസ്ഥ എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളുടെ നാടുകളിൽ ന്യൂ ഇയറിനെ സ്വാഗതം ചെയ്യുന്നത് മദ്യമാണ്, മദിരാക്ഷിയാണ്. ഒരു വറ്റം ചെറുപ്പക്കാരുടെ തോന്നിവാസത്തരത്തിന്റെ കൂത്തരങ്ങിൽ നിന്നാണ് ഓരോ കൊല്ലങ്ങളുടെയും പിറവിയെ സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോ കൊല്ലങ്ങളെയും സ്വാഗതം ചെയ്യുന്നത് ചെറുപ്പക്കാരുടെ കോപ്രാട്ടിത്തരങ്ങളും ആഭാസകരമായ പ്രവർത്തനങ്ങളും. ആ നിലക്കാണ് ഓരോ കൊല്ലങ്ങളെയും സ്വാഗതം ചെയ്യുന്നതെങ്കിൽ മനുഷ്യ 2015 അവസാനിച്ച് 2016 കാലെടുത്ത് വെക്കുമ്പോ എന്റെ ചുമലിൽ തൂക്കിയിട്ടിരുന്ന ആ കലണ്ടർ അങ്ങോട്ട് മാറുമ്പോ ആ കലണ്ടർ ശരിക്ക് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ ഒരു ഏടാണ് അതിലൂടെ ചുരുട്ടിയത്. അടുത്ത ഏടാണ് നിവർത്തി വെച്ചിട്ടുള്ളത്. ആ ഒരു കൊല്ലത്തെ ഏടുകളിൽ എനിക്ക് സംഭവിക്കാൻ എന്തെല്ലാമാണുള്ളത്? ഓരോ ചാണും ഞാൻ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും എന്റെ ജീവിതം അതാ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിലൂടെ ഓരോന്നും മാറി മറിയുന്ന പോലെ എന്റെ ജീവിതം മാറി മറിയുകയാണ്. അവസാനം മിനിറ്റുകൾ മാറി, മണിക്കൂറുകൾ മാറി, ദിവസങ്ങൾ മാറി, കൊല്ലങ്ങൾ മാറി. അവസാനത്തെ 59 കൊല്ലം പിന്നിടുകയാണ്. 59 കൊല്ലത്തെ അവസാനത്തെ 12ാമത്തെ മാസത്തിലെ അവസാന ആഴ്ചയിലെ അവസാന ദിവസത്തിലെ അവസാന മണിക്കൂറിലെ അവസാന മിനിറ്റിലെ അവസാന സെക്കൻഡിലെ ടക്കെന്ന ശബ്ദത്തോടെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിടിയിൽ അമർന്ന് ഈ ലോകത്തോട് വിട പറയുമ്പോ നിന്റെ ജീവിതം അതാ അവസാനിക്കുകയാണ്. ആഖിറത്തിലേക്കുള്ള വിശാലമായ യാത്രയിലെ താൽക്കാലിക ഇടം നിന്റെ ജീവിതത്തിൽ നീ എങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തെ നീ കണ്ടിരുന്നത്? ഞാനും നിങ്ങളും ഈ ദുനിയാവിലെ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്? മഹാരഥന്മാരായ ആളുകൾ ഇമാമുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ മഹാരഥന്മാരുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ വിവരിച്ചത് കാണാം. ചില മഹാരഥന്മാര് മരണത്തിന്റെ സമയമാകുമ്പോ അവർ കരയുകയാണ്, അവർ കരയുകയാണ്. എന്റെ വിശാലമായ യാത്രയെ, വാബുഅദ സഫറാ, എന്റെ വിദൂരമായ യാത്രയെ, വാഖില്ലത സാദാ, വിദൂരമായ ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ കുറഞ്ഞുപോയ വിഭവങ്ങളെ ഇവിടുന്ന് മദീനത്തേക്ക് പോകുമ്പോ അല്ലെങ്കിൽ മക്കത്തേക്ക് പോകുമ്പോ 15 ദിവസത്തെ യാത്ര നാം ഉദ്ദേശിച്ച് ആ 15 ദിവസത്തെ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര നാളുകൾക്ക് മുമ്പാണ് നാം ഒരുങ്ങുന്നത്? ഉംറയ്ക്ക് വേണ്ടി 15 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ സജ്ജീകരണങ്ങൾ എങ്ങനെ? കാലേ കൂട്ടി 2-3 മാസത്തിന് മുമ്പ് ഒരുങ്ങി തയ്യാറാവുകയാണ്. അതിലേക്ക് ആവശ്യമായ സമ്പത്ത് നാം ഉണ്ടാക്കുന്നു. അതിലേക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ നാം നടത്തുന്നു. അതിലേക്ക് ആവശ്യമായ മെഡിസിൻ നാം കരുതുന്നു. യാത്രയിൽ ബുദ്ധിമുട്ട് വരുമ്പോ യാത്രയിൽ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവെപ്പടക്കം നടത്തുന്നു. പോരാ, ആ ട്രാവലിങ്ങിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും 2 മാസത്തിന് മുമ്പേ നാം തയ്യാറാക്കി. എന്തിനാണ് 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്ക്?
ഉംറയ്ക്ക് പോകുമ്പോ 15 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയായതുകൊണ്ട് അതിലേക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾക്ക് 2 മാസത്തിന് മുമ്പേ നാം തയ്യാറാകുന്നു. എന്നാലോ ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയാകുമ്പോ 6 മാസത്തിന് മുമ്പ് അതിലേക്ക് നാം ഒരുങ്ങി തയ്യാറാകുന്നു. അതിലേക്ക് ആവശ്യമായ ക്യാഷ്, അതിലേക്ക് ആവശ്യമായ കുത്തിവെപ്പ്, അതിലേക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ എന്തിനാണ്? 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്ക്. എന്നാലോ ഒരു വലിയ യാത്ര നമ്മുടെ മുമ്പിലുണ്ട്. ആ യാത്ര മദീനയിൽ പോകുന്ന യാത്രയല്ല, മക്കയിൽ പോകുന്ന 45 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയല്ല, ജോലിക്ക് വേണ്ടി ഗൾഫ് നാടുകളിൽ പോകുന്ന 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന യാത്രയല്ല. അനന്തമായ യാത്ര, ദീർഘമായ യാത്ര. ആ യാത്രയാണ് പ്രിയപ്പെട്ടവരെ പരലോക യാത്ര.